വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ അനുവദിക്കണമെന്ന UDF സർക്കാരിന്റെ വാഗ്ദാനം പൊള്ളയെന്ന് വാഹനപ്രേമികൾ. മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ച ശുപാർശകളെല്ലാം നേരത്തെ തന്നെ നിലവിലുള്ളതാണ്. പുതുതലമുറ ആഗ്രഹിച്ച കാര്യങ്ങൾ പുതിയ തീരുമാനത്തിൽ ഇടം പിടിച്ചിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നു. മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്നാണ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ VD സതീശൻ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പൂക്കിച്ചിരിയോടെ പറഞ്ഞത്. പ്രഖ്യാപനം യുവതലമുറ ആവേശത്തോടെ സ്വീകരിക്കുകയും VD സതീശന്റെ പൂക്കിച്ചിരി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ചില മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്നാണ്. എന്നാൽ വസ്തുത എന്താണ്? യുവാക്കൾ ശരിക്കും ആഗ്രഹിച്ചത് ഇതാണോ? ഒരു വണ്ടി ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അത് മാത്രമേ ഇപ്പോൾ നിലപാട് വന്നിട്ടുള്ളൂ. അല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ വന്നിട്ടില്ല. ഞങ്ങളെപ്പോഴത്തെ യുവാക്കൾ ആവശ്യമായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുക, ഗ്രാഫിക്സ് ചെയ്യുക, ഒന്ന് ട്യൂൺ ചെയ്യുക, ഒരു SOS ചെയ്യുക, അല്ലെങ്കിൽ ഓഫ് റോഡ് പർപ്പസിനുള്ള സസ്പെൻഷൻ മാറ്റുക, ടയർ ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെപ്പോലത്തെ യങ്സ്റ്റേഴ്സിന് ആവശ്യം. അതായത് മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും മോഡിഫിക്കേഷൻ ആയിരുന്നുവെന്ന് ജനങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. പിന്നെ അവർ മെയിനായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കവർ ചെയ്യാം, സീറ്റ് കവർ ചെയ്യാം, ലൈറ്റ് മാറാം, സ്റ്റിക്കർ ചെയ്യാം, കൂളിംഗ് ചെയ്യാം. ഇതൊക്കെ നോർമലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം മോഡിഫിക്കേഷനിൽ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ആദ്യമായിട്ടാണ് അറിയാം. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാം, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കർ, റൂഫ് കാരിയേഴ്സ് തുടങ്ങി സൺഫിലിം ഒട്ടിക്കുന്നത് വരെയുള്ള മോഡിഫിക്കേഷനുകൾക്കാണ് ഇപ്പോൾ അനുമതി നൽകുന്നത്. കൂടാതെ നിശ്ചിത ഫീസ് അടച്ച് വാഹനത്തിന്റെ നിറം മാറ്റാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ന്യൂജൻ ആഗ്രഹിക്കുന്ന മോഡിഫിക്കേഷൻ പറഞ്ഞാൽ വണ്ടിയുടെ ടയർ ഒന്ന് കുറച്ച് ഭാഗം ടയർ ഒന്ന് രണ്ട് സൈഡിലേക്ക് ഒന്ന് വീലാർച്ച് നിറങ്ങി നിൽക്കുക, എക്സ്ട്രാ ലൈറ്റുകൾ, എക്സ്ട്രാ ബോഡിയിൽ ലൈറ്റുകൾ വെക്കുക, ലൈറ്റിൻ്റെ വെട്ടം കൂട്ടുക, കുറച്ച് ലൈറ്റ് ഐറ്റംസ്, സ്പീക്കർ കുറച്ചുകൂടെ വോയിസ് കിട്ടുന്ന സ്പീക്കർ, ബാസ് ട്യൂബ് അതുപോലുള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്യുക. അതൊക്കെ ആയിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ന്യൂജൻ. ജെൻസി വോട്ട് ലക്ഷ്യമാക്കി VD സതീശൻ നടത്തിയ പ്രഖ്യാപനം പൊള്ളയായിരുന്നു എന്നാണ് ഇപ്പോൾ യുവാക്കൾ ഉയർത്തുന്ന ചോദ്യം. എങ്കിലും അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ? പ്രളയകാലത്ത് മലയാളികളെല്ലാം വീടുകളിൽ കുടുങ്ങിയപ്പോൾ അവിടേക്ക് ഓടിയെത്തിയ രക്ഷാപ്രവർത്തകരിൽ ഈ വണ്ടിപ്രാന്തന്മാരും ഉണ്ടായിരുന്നു. സർക്കാർ വാഹനങ്ങൾ പോലും എത്താത്തയിടങ്ങളിൽ അവരുടെ വാഹനങ്ങൾ ഓടിയെത്തി. അതിനവരെ സഹായിച്ചത് അവർ വരുത്തിയ രൂപമാറ്റം തന്നെയാണ്. അതേ വണ്ടിപ്രാന്തന്മാർ മുഖ്യമന്ത്രിയോടായി ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന രൂപമാറ്റം വരുത്താൻ അനുമതി നൽകണമെന്ന്. അവരുടെ ആവശ്യം കേൾക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് നിന്നും ചന്തു പ്രവദിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.